മോളെ ലഡു അമ്മാവാ ലഡു എന്റെ പട്ടി തിന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവം ലഡുവിനോട് തീർക്കുന്നത്? നില്ലേ പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല, എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? ഓ എന്തോ നിക്കോ അമ്മാവാ വന്നല്ലോ. അമ്മാവാ എന്നെ മാനേജർ ആക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്. എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട് അറിയാം. 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവാ എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി. എന്നെ വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാൻ വേണ്ടിട്ട് അമ്മാവൻ പ്രാർത്ഥിക്കണം. കാലേന്ന് വിടറാ. ഞാൻ വിടൂല. എന്നെ വിടാൻ എന്നൊന്നും ചെയ്യല്ല. ഞാൻ അരി എടുത്തില്ല. വീടെത്തിയ ചേട്ടാ. വീടെത്തിയ പല്ലു ഒരളയും. ദേഹത്തോടല്ലേ? തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വെക്കടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. എടാ കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ? ഇനി നീ ആ ജോലി തന്നെ അങ്ങ് ചെയ്തോടാ. സർ, ഞാനൊന്ന് ഓഫീസിലേക്ക്. ചെല്ല്. ഡ്രൈവർ വണ്ടിയെട്. പാൻസദ്യടാ. ഈ പാൻഡൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൻ ചില സമയത്ത് തെലുങ്ക് നടന്മാരെ പോലെ ഭയങ്കര ഓവറാ. നിന്റെ അല്ലടാ അപ്പൻ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാ മതി. ദൈവം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ മുന്നിൽ എല്ലാം പൊളിഞ്ഞു പോയേനെ. ദൈവത്തിന് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഒരുത്തി നമ്മുടെ കാര്യവും പറഞ്ഞ് രാവും പകലും ദൈവത്തിന് ഉറക്കം കൊടുക്കാതെ വിളിച്ചോണ്ടിരിക്കല്ലേ. നീ വണ്ടി കയറി. എന്റെ അമ്മ. എന്താപ്പാ? നിന്റെ അമ്മ. എന്റെ അമ്മ. കർത്താവേ, എല്ലാ കണക്കൂട്ടലും തെറ്റാൻ പോവാണല്ലോ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മ, നമ്മുടെ മോൻ എന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും മോനും കൂടി ഇനി എന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാം ചെറിയച്ഛൻ പറഞ്ഞു. അയ്യോ, ചെറിയാച്ചൻ കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്കൊരു അസുഖമില്ല. എല്ലാം ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയാ. അപ്പൊ ഒന്ന് പറ ലക്ഷ്മി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോ. അച്ഛാ, ആന്റണി, അതാരാ? അത് സാറേ, ഇവിടെ അടുക്കള ജോലിക്ക് ആളെ വേണമെന്ന് ചോദിക്കാൻ വന്നതാ. പറഞ്ഞൂലോ ഇവിടെ ആൾ ആവശ്യമില്ലെന്ന്. പോയിക്കോളൂ. ആന്റണി, അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വന്നോളൂ. മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ചെന്നോളൂ. ഇവരെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്കറിയാം സർ, ഇവരെന്റെ വാലിക്കാരിയാ. കോവിലകത്ത് കുറച്ചാൾ അടുക്കളപ്പണിക്ക് ഉണ്ടായിരുന്നേ, ആ പരിചയത്തിൽ വന്നതാ. ഇവിടെ അടുക്കളപ്പണിക്ക് ആളാവശ്യമുണ്ടോന്നറിയാൻ. പാവങ്ങള് ആദ്യത്തിന് വന്ന് കണ്ടാൽ വല്ല ജോലിയും കിട്ടുമെന്ന് കരുതി വന്നതായിരിക്കും മോളെ. ഏയ്, അതിപ്പോ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടില്ലോ. ഇവിടെ ഇപ്പൊ അടുക്കളയിൽ ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഈ ജന്തു ഏതാ? അത് ഇവരൊരു ബന്ധുവാ. അല്ല, എന്റെ മോന. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ഇവൻ മാത്രമേ ഉള്ളൂ.
മോനെ പോലെയാ. എന്താ മോന്റെ പേര്? ഊമയാ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാടാ? ഡാടാ വാമോ. ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. അതെ അതെ അതെ. അതേടാ ഇവൻ അവിടുത്തെ മഞ്ജുള. മഞ്ജു, നീ പൊട്ടലെ അടുക്കളക്കകത്ത് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. വാടാ. അതെ, നീ പൊട്ടനാണെന്ന് കരുതിയിട്ട് മിണ്ടാതെന്നും ഇരിക്കണ്ട. നിനക്ക് എന്ത് വേണം എന്നോട് വാതുറന്ന് പറയാം. ഓണത് കണ്ടില്ലേ, എന്തൊരൈക്യം. ചേരേണ്ടതേ ചേരൂ. നീ മൂക്ക് മുട്ട തിന്നിട്ട് പൂമുഖത്തേക്ക് വരണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോളണം. ദേ, അതാണ് അടുക്കള. മോൻ ചെല്ലും, വേഷായിട്ട് വെട്ടി വിഴുങ്ങ്. ഈശ്വര, എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഈ പൊട്ടനെങ്കിലും എന്നെ അനുസരിക്കണമേ. എന്താ പേര്? അവൻ പൊട്ടനാ. ആ അയ്യേ പൊട്ടനാ. എന്തത്? ആനൂട്ടോ? ലക്ഷ്മി ചേരാ. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരിക്ക്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരാടെ ഇരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും. ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, ഓ 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്. മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, എങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര, സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത്? ഒന്നും അറിഞ്ഞൂടാത്തോല. ആ കുളിസി അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണിത്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം നിന്നെ പോവല്ല പറഞ്ഞ മനുഷ്യനോട് നിൽക്കുമ്പോ ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ.